വിമാന ദുരന്തങ്ങളുടെ ഒരു കറുത്ത വാരത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കിങ് മേക്കറും അധികായനുമായ അജിത് പവാർ സ്വകാര്യ വിമാനം തകർന്നു വീണ് കൊല്ലപ്പെട്ട വാർത്തയുടെ ആഘാതത്തിൽ നിന്ന് നമ്മൾ ഇനിയും മുക്തരായിട്ടില്ല. എന്നാൽ ആ നടുക്കം മാറും മുൻപേ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇതാ വീണ്ടും ഒരു വിമാന ദുരന്ത വാർത്ത വന്നിരിക്കുകയാണ്. അമേരിക്കയിലെ വടക്ക് കിഴക്കൻ കൊളംബിയയിൽ 15 പേരുടെ ജീവനെടുത്ത വലിയൊരു ക്രാഷാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിലും ദാരുണമായി കൊല്ലപ്പെട്ടത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്. ആരാണത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കൊളംബിയൻ ഗവൺമെന്റിന്റെ എയർലൈനായ സറ്റീനയുടെ വിമാനമാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെ തകർന്നു വീണത്. ബീച്ച് ക്രാഫ്റ്റ് 1900 എന്ന ഡബിൾ എഞ്ചിനുള്ള ഒരു ടർബോ പ്രോപ്പ് വിമാനമായിരുന്നു ഇത്. റീജിയണൽ യാത്രകൾക്കായി ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന വളരെ പോപ്പുലർ ആയ ഒരു മോഡലാണിത്. 19 യാത്രക്കാരെ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം എല്ലാ കാലാവസ്ഥയിലും പറക്കാൻ അനുയോജ്യമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിലെ 2 പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡ PT-6A എഞ്ചിനുകൾ അതിന്റെ കരുത്തും വിശ്വാസ്യതയും തെളിയിച്ചവയാണ്. അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന 13 യാത്രക്കാരും 2 ജീവനക്കാരും അടക്കം 15 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്ന് കൊളംബിയൻ സിവിൽ എയറോനോട്ടിക്സ് അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പ്രമുഖൻ കൊളംബിയൻ പാർലമെന്റ് അംഗമായ ഡിയനസ് ക്വിന്റെറോ ആണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും ഈ 15 പേരിൽ ഉൾപ്പെടുന്നു എന്നത് അതീവ ദുഃഖകരമാണ്. ഈ ദുരന്തത്തിന് പിന്നിൽ വിധിയുടെ വലിയൊരു ക്രൂരതയുണ്ട്. കാരണം US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ക്വിന്റെറോയെ മരണം കവർന്നെടുത്തത്. വെനസ്വേലൻ അതിർത്തിയിലുള്ള നിബിഡ വനപ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. ക്യുക്കെറ്റയിലെ കെമിലിയോ ലാസ വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 11:42 കാനയിലേക്ക് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അപ്രത്യക്ഷമായി. സാധാരണയായി വിമാനങ്ങൾക്ക് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിക്കുമ്പോൾ പൈലറ്റിന് മേഡേ സിഗ്നലുകൾ നൽകാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഈ അപകടത്തിൽ വിമാനം പെട്ടെന്ന് റേഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതിനർത്ഥം പൈലറ്റിന് പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത വിധം സെക്കൻഡുകൾക്കുള്ളിൽ എന്തോ വൻ ദുരന്തം സംഭവിച്ചു എന്നാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ മാത്രമേ എഞ്ചിൻ തകരാറാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ എന്ന് വ്യക്തമാകും. വിമാനത്തിന്റെ എമർജൻസി ബീക്കൺ പോലും പ്രവർത്തിച്ചില്ല എന്നത് അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. വെറും 36 വയസ്സായിരുന്നു ക്വിന്റെറോയുടെ പ്രായം. 2022 മുതൽ പാർലമെന്റ് അംഗമായ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മികച്ചൊരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. കൊളംബിയയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷഭരിതമായ അതിർത്തി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ പ്രശസ്തമാണ്. ദശാബ്ദങ്ങൾ നീണ്ട സായുധ സംഘർഷത്തിനു ശേഷം സമാധാന കരാർ ഉണ്ടാക്കിയപ്പോൾ ദശലക്ഷക്കണക്കിന് ഇരകളെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അദ്ദേഹത്തിന്റെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. അജിത് പവാറിന്റെ വേർപാടിന് പിന്നാലെ ക്വിന്റെറോയെ പോലെയുള്ള ഒരു യുവ പോരാളിയെ കൂടി വിമാന ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ ലോകത്തിന് വലിയൊരു തിരിച്ചടിയാണ്. സാങ്കേതികമായി വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുമ്പോഴും ഇത്തരം തുടർച്ചയായ അപകടങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.